ഫിലിം മീഡിയ എഫക്റ്റ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ ലഘുരേഖ ജീവിത കഥയുമായിട്ടാണ്. മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര താരമാണ് കവിയൂർ പൊന്നമ്മ. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ 1971, 72, 73, 1994 എന്നീ വർഷങ്ങളിൽ ഇവർ നേടിയിട്ടുണ്ട്. തെക്കതിൽ വീട്ടിൽ TP ദാമോദരൻ്റെയും ഗൗരിയമ്മയുടെയും 7 മക്കളിൽ മൂത്തയാളായി 1945 സെപ്റ്റംബർ 10 പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ കവിയൂർ എന്ന ഗ്രാമത്തിലാണ് പൊന്നമ്മ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം LPR വർമ്മയുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. ചങ്ങനാശ്ശേരി ലച്ചൂർ S സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം പഠിച്ചിട്ടുണ്ട്. 14-ാമത്തെ വയസ്സിൽ പ്രതിഭ ആർട്സിൻ്റെ നാടകങ്ങളിൽ ഗായികയായിട്ടാണ് അവർ കലാരംഗത്തേക്ക് വന്നത്. KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തെത്തിയത്. തോപ്പിൽ ഭാസിയെയാണ് തൻ്റെ അഭിനയകലയുടെ ഗുരുവായി കണ്ടത്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അവർ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. രാവണനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ എത്തിയപ്പോൾ മണ്ടോദരിയായി കവിയൂർ പൊന്നമ്മയാണ് കൂടെ അഭിനയിച്ചത്. ആ ചെറുപ്പകാലത്ത് പോലും തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിൽ സത്യൻ്റെയും മധുവിൻ്റെയും അമ്മയായി പോലും അവർ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയാള സിനിമയിലെ മിക്ക നടന്മാരുടെയും അമ്മയായിട്ട് പോലും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. 1973 പെരിയാർ എന്ന ചിത്രത്തിൽ കവിയൂർ പൊന്നമ്മയുടെ മകനായി അഭിനയിച്ച തിലകൻ പിൽക്കാലത്ത് പൊന്നമ്മയുടെ ഭർത്താവായി രണ്ടുപേരും നല്ല ജോഡികളായി അഭിനയിച്ച് കയ്യടി നേടിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ സത്യൻ്റെ നായികയായി എത്തിയ ചിത്രമായിരുന്നു 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന് എന്ന സിനിമ. എന്നാൽ ആ വർഷം തന്നെ സത്യൻ്റെ അമ്മയായും കവിയൂർ പൊന്നമ്മ അഭിനയിക്കുകയുണ്ടായി. കവിയൂർ പൊന്നമ്മയുടെ അമ്മ വേഷങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു 1974 പുറത്തിറങ്ങിയ നെല്ല് എന്ന ചലച്ചിത്രം. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിച്ചതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ളത്. മോഹൻലാലിൻ്റെ അമ്മയായി അഭിനയിച്ചപ്പോൾ അവർ ശരിക്കും അമ്മയും മകനുമാണോ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന വിധത്തിലായിരുന്നു അവരുടെ അഭിനയം കാഴ്ചവെച്ചത്. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ്. ഇരുവരുടെയും ഏക മകളാണ് ബിന്ദു. സിനിമ സീരിയൽ ആർട്ടിസ്റ്റായിരുന്ന കവിയൂർ രേണുക പൊന്നമ്മയുടെ സഹോദരിയാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 2024 സെപ്റ്റംബർ 20 എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ വെച്ച് കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. കവിയൂർ പൊന്നമ്മയുടെ ലഘുരേഖ ജീവിതകഥ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരാളുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.